അമ്മേ, 2 ദോശ കൂടി വെക്കട്ടെ? മതി മതി, കൂടുതൽ കഴിച്ച ഗ്യാസ് കേറും. അല്ല, നീ എന്താ ഈ കാണിക്കുന്നേ? അല്ല, ഞാനും കാപ്പി കുടിക്കാൻ പോവാ. സാധാരണ ഞാൻ അമ്മൂമ്മയുടെ കൂടെ ഇരുന്നല്ലേ കഴിക്കാറ്. ഇന്നെന്നെ ആരും വിളിച്ചില്ല. അതൊക്കെ അങ്ങ് പണ്ട്. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ അമ്മൂമ്മേന്ന് വിളിക്കരുതെന്ന്. നീ ആ കസേരയെന്ന് എണീറ്റട്ടെ, താഴെ വല്ലതും ചെന്നിരി. ഇനി തൊട്ട് നീ താഴെ ഇരുന്ന് കഴിച്ചാ മതി. അമ്മ, ഇങ്ങനൊന്നും എന്നോട് കാണിക്കല്ലേ, എനിക്ക് വിഷമാവും. നീ വിഷമിച്ച എനിക്ക് എന്താടി? നിന്നോട് പറഞ്ഞത് കേട്ടാ മതി. പറഞ്ഞാ തീരെ അനുസരണയില്ല. അതെങ്ങനെ അനുസരിക്കും? വല്ലവരുടെയും കൊച്ചല്ലേ, പിന്നെ പറഞ്ഞ അനുസരിക്കുവോ? അമ്മൂമ്മ, ഇങ്ങനെയൊന്നും എന്നോട് പറയല്ലേ. എനിക്ക് കാപ്പി വേണ്ട, ഞാൻ പൊക്കോളാം. വേണ്ടെങ്കി കുടിക്കണ്ട. ഇവിടെ ആരും നിർബന്ധിക്കുന്നു നീ വിചാരിക്കണ്ട. അമ്മ കഴി. ചിന്നു, എനിക്കിപ്പോ ആ വീട്ടിലോട്ട് പോവാൻ പോലും തോന്നാറില്ലടി. അവിടെ ഉള്ളവരാരും ഇപ്പൊ പഴയ പോലെ എന്നോടൊന്നും മിണ്ടാറില്ല. നീ വിഷമിക്കാതെ ചിന്നു. എന്നാലും ഞാൻ ആലോചിക്കുവായിരുന്നേ, നിന്നെ ഇത്ര കാലം സ്വന്തം മോളായി കണ്ടിട്ട് പെട്ടെന്നൊരു ദിവസം മോളല്ലാന്നറിയുമ്പം എങ്ങനെ ഇങ്ങനെയൊക്കെ തള്ളി പറയാൻ പറ്റുന്നേന്നാ ഞാൻ ആലോചിക്കുന്നേ. അതെന്ത് വീട്ടുകാരടി നിന്റെ? ഞാനും അത് കുറെ ആലോചിച്ചു നോക്കി. പക്ഷെ പെട്ടെന്നുള്ള അവരുടെ മാറ്റം എനിക്കങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലടി. എന്നെ എങ്ങനെ സ്നേഹിച്ചോണ്ടിരുന്നാന്നറിയോ? പെട്ടെന്നത് കിട്ടാതെ വരുമ്പോഴുള്ള വിഷമം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. പോട്ടടി, നീ വിഷമിക്കണ്ട. എല്ലാം ശരിയാവും. എല്ലാത്തിനും ഒരു വഴി ഉണ്ടാവുമല്ലോ. എന്നെ മനസ്സിലാക്കുന്ന ആരും തന്നെ ഇപ്പം ആ വീട്ടിലില്ല. പോട്ടടി, സാരമില്ല, എല്ലാം ശരിയാവും. നീ എന്തായാലും ഇപ്പൊ തൽക്കാലം വീട്ടിലോട്ട് ചെല്ല്. അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിനക്ക് തോന്നുവാന്നുണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചാ മതി കേട്ടോ.